പ്രിയമുള്ളവരെ, 103 സങ്കീർത്തനം അതിൻ്റെ 1 തിരുവചനം ഇങ്ങനെ പറയുന്നു: എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ചൊരിഞ്ഞ നന്മകളും അനുഗ്രഹങ്ങളും ഏറെ ഏറ്റുവാങ്ങിയവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രിയമുള്ളവരെ, ഈ നന്ദിയിൽ നിന്നുയരുന്ന ആരാധന സ്വർഗത്തിന് ഏറെ സ്വീകാര്യമാണ്. അങ്ങനെ ഒരു ആരാധന ഇവിടെ ഉയരുമ്പോൾ സ്വർഗം താണിറങ്ങി വരും. സ്വർഗം നമ്മളോട് ചേർന്ന് അനുഗ്രഹത്തിൻ്റെ ആരാധനയിൽ ചേർന്ന് നിൽക്കും. നമ്മൾ ഈ സമയങ്ങളിൽ ദൈവത്തെ ഒരിക്കൽ കൂടി പാടി ആരാധിക്കുകയാണ്. ഈ സെക്ഷന് നേതൃത്വം നൽകുന്നത് ബാബു NV. അദ്ദേഹം ഷാലോമിൻ്റെ ബ്രദർ മിനിസ്ട്രിയിൽ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു. സഖറിയ പ്രവചനത്തിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 15-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: ഈ നാളിൽ ജെറൂസലേമിനും യൂദാ ഭവനത്തിനും നന്മ വരുത്താൻ ഞാൻ ഉറച്ചിരിക്കുന്നു. ഭയപ്പെടേണ്ട, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. സെഫാനിയ 3:17 നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: സിയോനെ, നീ ഭയപ്പെടേണ്ട, നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. സിയോനെ, നീ ഭയപ്പെടേണ്ട, നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. ഈ രാത്രിയിൽ ദൈവം നമ്മോട് പറയുകയാണ്, കഴിഞ്ഞ 2015 പോലെയല്ല, 2016 അതിലും ശ്രേഷ്ഠമായ മെച്ചമായ നന്മകൾ നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ ശുശ്രൂഷകൾക്കും തരുവാൻ സ്വർഗത്തിലെ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. 2017 നീ അത്ഭുതകരമായ അനുഗ്രഹത്തിൻ്റെ കൃപയുടെ വർഷത്തിലൂടെ, ദിവസങ്ങളിലൂടെ ദൈവം നിന്നെ നടത്തുവാൻ പോകുന്ന ദിനങ്ങളാണ്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ജീവനോടെ പറഞ്ഞ വിശ്വാസത്തോടെ ഹല്ലേലൂയ, ജ്വലിച്ചുകൊണ്ട് ഹല്ലേലൂയ, കരങ്ങളൊന്ന് വീശി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ അനുഗ്രഹം നമുക്ക് സ്വന്തമാകുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആരാധനയിൽ നാം പ്രവേശിക്കുമ്പോഴാണ്. ബൈബിളിൽ അങ്ങനെ കാണുവാൻ കഴിയുകയാണ്. 92-ാം സങ്കീർത്തനം അതിൻ്റെ 1 തൊട്ടുള്ള തിരുവചനങ്ങൾ നാം വായിക്കുമ്പോൾ ദാവീദ് രാജാവ് ഇപ്രകാരം പറഞ്ഞു വെക്കുകയാണ്: അത്യുന്നതനായ കർത്താവേ, അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠം. ദാവീദിന്റെ മനസ്സിൽ ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായി അവൻ കരുതുന്നതും കരുതിയതും അവനെ നയിച്ചതും ദൈവത്തിനുള്ള ആരാധനകളാണ്. അവൻ പറയുകയാണ്: അത്യുന്നതനായ കർത്താവേ, അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകുന്നതും എത്ര ശ്രേഷ്ഠമാണ്. വീണ്ടും ദാവീദിന്റെ ആരാധനയുടെ ആഴങ്ങൾ വർദ്ധിക്കുകയാണ്. അതിൻ്റെ 2-3 തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അവൻ ഇപ്രകാരം പറയുകയാണ്: ഞാൻ ദേശതന്ത്രി നാദത്തോടെയും വീണയും കിന്നരവും മീട്ടി പ്രഭാതത്തിൽ അവിടുത്തെ കരുണയെയും രാത്രിയിൽ അവിടുത്തെ വിശ്വസ്തതയെയും കുറിച്ച് ഞാൻ പ്രഘോഷിക്കും. അത് എനിക്ക് എത്രയോ ഉചിതമാണ്. ദാവീദിന്റെ ജീവിതത്തിൽ ഉചിതവും ക്രമവുമായ ഒരേ ഒരു കാര്യത്തെക്കുറിച്ച് അവൻ ഉച്ചത്തിൽ ഉദ്ഘോഷിക്കുകയാണ്. അത് ദൈവത്തെ ആരാധിക്കുകയാണ്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അപ്രകാരം ദൈവത്തെ ഒരു മകൻ, ഒരു ദൈവദാസൻ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുക? ദാവീദ് 92-ന്റെ 10 ഇപ്രകാരം പറഞ്ഞു വെക്കും: ഇതാണ് വചനം, അവിടുന്ന് എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. ആദ്യത്തെ അവസ്ഥ ഇതാണ്: എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ എന്റെ ദൈവം ഉയർത്തും എന്ന് പറഞ്ഞാൽ എന്റെ ശിരസിന് മേൽ തിന്മ ഭയക്കുന്ന ഒരു അഭിഷേകത്തിന്റെ, ഒരു ആരാധനയുടെ അത്യുന്നതമായ ഒരു അഭിഷേകം കർത്താവിന്റെ ശിരസിൽ എനിക്കായി കരുതി വെക്കും. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ചരിത്രം പഠിക്കുമ്പോൾ ദാവീദിന്റെ മുമ്പിൽ പരാജയപ്പെടാത്ത ശത്രുക്കളില്ല. അവന്റെ ശിരസിന്റെ മേൽ ദൈവം ഒഴിച്ച അഭിഷേകം,
അവന്റെ ശിരസ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തിയ ദൈവം. പ്രിയമുള്ളവരെ, കാട്ടുപോത്തിന്റെ കൊമ്പിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് ശത്രുക്കളായിട്ടുള്ള മൃഗങ്ങൾ വരുമ്പോൾ അത് തലകുലുക്കി ഒരു പോരാട്ടത്തിന് ഒരുങ്ങുന്ന സമയമുണ്ട്. ആ സമയങ്ങളിൽ ആ കൊമ്പ് കുലുക്കലിന്റെ വീശലിന്റെ സീൽക്കാര ശബ്ദം കേട്ടുകൊണ്ട് ശത്രുക്കളായവർ, ജന്തുക്കൾ, മൃഗങ്ങൾ ഓടിമറയും. എത്ര കരുത്തനായ പോരാളിയാണെങ്കിലും ഈ കാട്ടുപോത്തിന്റെ കൊമ്പ് കുലുക്കലിന്റെ സീൽക്കാര ശബ്ദം കേൾക്കുമ്പോൾ അവൻ ഞെട്ടിവിറയ്ക്കും. പ്രിയമുള്ളവരെ, അപ്രകാരം ഒരു അഭിഷേകമാണ് ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലിന്റെ മേൽ ദൈവം കരുതി വെക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. വീണ്ടും ദാവീദ് പറയുകയാണ്, എന്റെ ശിരസിൽ ഒരു പുതിയ അഭിഷേകം അവിടുന്ന് എനിക്കായി കരുതും. പുതിയ അഭിഷേകം. പ്രിയമുള്ളവരെ, 2016 നീ നടന്ന വിശുദ്ധിയുടെ വഴി പോലെ അല്ല. നിന്റെ പ്രാർത്ഥന 2017 16 പോലെ അല്ല, 2015 പോലെ അല്ല. ദൈവം ഒരു പുതിയ അഭിഷേകം നിനക്കായി കരുതി വെക്കുകയാണ്. നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്റെ ശിരസ് ഉയർത്തുന്ന അഭിഷേകം ദൈവം കരുതുകയാണ്. ഞാൻ പറഞ്ഞതല്ല, ദാവീദ് പറഞ്ഞു വെക്കുകയാണ്. ദാവീദിന്റെ ചരിത്രം എടുത്ത് പഠിക്കുമ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, 12-ാം തിരുവചനത്തിൽ വരുമ്പോൾ ദാവീദ് ഇപ്രകാരം ഉന്മാദത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്. നീതിമാൻ പന പോലെ തഴയ്ക്കും, നീതിമാൻ പന പോലെ തഴയ്ക്കും. ലബനോനിലെ മരം പോലെ അവൻ തളിർക്കും, ദേവദാരു പോലെ അവൻ തളിർക്കും. എന്നാൽ വചനത്തിന്റെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ടവരെ? അവൻ പന പോലെ തളിർക്കും. അവൻ ഐശ്വര്യം പെടും. ജീവിതത്തിന്റെ കണ്ണുനീരില്, പരാജയങ്ങളില്, രോഗപീഠകളില്, പരാജയത്തിന്റെ അങ്ങേയറ്റത്ത് നിൽക്കുമ്പോഴും നീതിമാൻ പന പോലെ തഴച്ചു നിൽക്കും. ലോകം കരുതും അവൻ തീർന്നു, നശിച്ചു. എന്നാൽ ദാവീദ് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നീതിമാൻ പന പോലെ തഴച്ചു വളരും. ലെബനോനിലെ ദേവദാരു പോലെ അവൻ വേരുറപ്പിക്കും. കൃപയിൽ അവൻ വേരുറപ്പിക്കും, അഭിഷേകത്തിൽ അവൻ വേരുറപ്പിക്കും. പ്രിയമുള്ളവരെ, ഞാൻ ഇതെല്ലാം പറഞ്ഞു വന്നത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാ. അപ്രകാരം ഒരു കൃപയുടെ അഭിഷേകം നിന്റെ കുടുംബത്തിന്റെ മേൽ, നിന്റെ വ്യക്തി ജീവിതത്തിന്റെ മേൽ ഈ രാത്രിയിൽ ദൈവം തരാൻ പോവുകയാണ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ഈ കൃപയുടെ അഭിഷേകം ഈ രാത്രിയിൽ ലഭിക്കുകയായി. 125-ാം സങ്കീർത്തനം പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അചഞ്ചലനായി നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. ഒരു കുലുക്കവും അവന് സംഭവിക്കുകയില്ല. എൻ്റെ പ്രിയ ദൈവമകനെ, ദൈവമകളെ, നീ ഇന്ന് നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബ പശ്ചാത്തലത്തിൽ, നിന്റെ ജോലി സ്ഥലത്ത്, നിന്റെ പ്രവർത്തന മണ്ഡലത്തില് നീ തളർന്നോ കുലുങ്ങിയോ, നീ ദൈവത്തിൽ ആശ്രയിക്കുക. ഈ രാത്രിയിൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം തൻ്റെ കൃപ അനസ്യൂതമൊഴുക്കും. അഭിഷേകത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിലേക്ക് ഒഴുക്കും. നിന്റെ തകർച്ചകൾ അവൻ ആനന്ദകരമായി മാറ്റും. കഴുകനെ പോലെ ചിറകടിക്കുന്ന അഭിഷേകം ഇതാ ഈ രാത്രിയിൽ നിന്റെ കുടുംബത്തിന്റെ മേൽ, നിന്റെ ജീവിത സാഹചര്യങ്ങളുടെ മേൽ സ്വർഗത്തിലെ ദൈവം അയക്കാൻ പോവുകയാണ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇരു കരങ്ങളെ ഉയർത്തി എന്ന് പറഞ്ഞേ, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നമുക്ക് ഇരു കരങ്ങളും ഉയർത്തി നമ്മുടെ ജീവിതത്തിലെ സകല മേഖലകളും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വരമുയർത്തി, മനമുയർത്തി എല്ലാവരും കർത്താവിനെ ഒന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ, പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ, അഭിഷേകത്തോടെ പ്രാർത്ഥിക്കട്ടെ. യേശുവേ, 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 ഹല്ലേലൂയാ. വിളിക്കുക പ്രിയപ്പെട്ടവരെ, അന്തരം തുറന്ന് വിളിക്കുക. യേശുവേ, യേശുവേ. കരമടിച്ച് കരമൊന്ന് ഉയർത്തിയടിക്കാമോ? ഒന്ന് ഉയർത്തിയടിക്കാമോ? പരസ്പരം മുഖത്തോട് മുഖം നോക്കി, ഇടതും വലതും നിൽക്കുന്ന ആൾക്കാരെ നോക്കി ശ്രദ്ധിച്ച് ആനന്ദിച്ച്
താഴ്ത്തിയടിക്കാം, കരങ്ങൾ താഴ്ത്തിയടിക്കാം. ഉണർവോടെ ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലെ കൃപയാലെ കൃപയാൽ അനുദിനവും കൃപയാലെ കൃപയാലെ കൃപയാൽ അനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കാലുകളൊന്ന് മാറ്റി ചവിട്ടിക്ക്, ഇടതുമാറ്റേക്കൊന്ന് മാറ്റി ചവിട്ടിക്ക്, നാടിക്ക് ചലിച്ചുകൊണ്ട് കരമുയർത്തിയടിക്കാം, കരമുയർത്തിയടിക്കാം. പരസ്പരം മുഖത്തോട് മുഖത്ത് നോക്കി കരമുയർത്തിയടിക്കുന്നു. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. ഓ സ്തോത്രം. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. കരമുയർത്തിയടിച്ച്, കരമുയർത്തി. കൃപയാലെ കൃപയാലെ കൃപയാൽ അനുദിനവും തുള്ളിച്ചാടി കൃപയാലെ കൃപയാലെ കൃപയാൽ അനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ഒന്ന് റൗണ്ട് ചെയ്ത് ആനന്ദിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ആനന്ദിച്ച് എല്ലാം മറന്ന് ആരാധിക്കുന്നു. ഓ, കരമുയർത്തിയടിക്കാം. റൗണ്ട് ചെയ്യാം. ഹോ. യഹോവയെ കാത്തിരിപ്പോ ശക്തിയിൽ നിറഞ്ഞിടും. ആമേൻ. യഹോവയെ കാത്തിരിപ്പോ ശക്തിയിൽ നിറഞ്ഞിടും. കഴുകനെ പോലെ കഴുകനെ പോലെ ചിറകടിച്ചുയരും. ഉറപ്പ്. തളർന്നു പോകാതെ ഓടിയിടും. കഴുകനെ പോലെ കഴുകനെ പോലെ ചിറകടിച്ചുയരും. തളർന്നു പോകാതെ ഓടിയിടും. ചാടിക്കൊണ്ട് കരമുയർത്തിയടിച്ച് കൃപയാലെ കൃപയാൽ അനുദിനവും കൃപയാലെ കൃപയാലെ കൃപയാൽ അനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കരമുയർത്തിയടിക്കുന്നു. കൃപയാലെ കൃപയാലെ കൃപയാൽ അനുദിനവും കൃപയാലെ കൃപയാലെ കൃപയാൽ അനുദിനവും കൃപയാലെ കൃപയാലെ
അഭിഷേകം ചെയ്യുന്നു. രോഗപീഠങ്ങൾ എടുത്തു മാറ്റുകയാണ്. കർത്താവിന്റെ വിടുതൽ ഇതാ സമൂഹത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബങ്ങളിലെ രോഗങ്ങളുടെ മേൽ ദൈവശക്തി ഒഴുകുന്നു, ദൈവകൃപ ഒഴുകുന്നു, അഭിഷേകം പകരപ്പെടുന്നു, ശക്തി ഒഴുകുന്നു. യേശുവിനെ വിളിക്കുക, യേശുവിനെ വിളിക്കുക, യേശുവേ എന്ന് വിളിക്കുക, യേശുവേ. അതരം തുറന്ന് വിളിക്കുക മക്കളെ, യേശുവിനെ വിളിക്കുക. ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വിടുതലിന്റെ ശക്തി ഒഴുകട്ടെ, വിടുതലിന്റെ ശക്തി ഒഴുകട്ടെ, വിടുതലിന്റെ ശക്തി ഒഴുകട്ടെ, ദൈവകൃപ ഒഴുകട്ടെ. കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളടച്ച് യേശു അവനാരിലും വലിയവൻ. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് യേശു ഇവിടെയുണ്ട്. യേശുവിനെ കാണുക, ആരെയും ശ്രദ്ധിക്കേണ്ടതില്ല. അവനാരിലും മതിയായവൻ. ചേർന്ന് നിന്നുകൊള്ളുക. ഇത് അനുഗ്രഹത്തിന്റെ സമയമാണ്, വിടുതലിന്റെ സമയമാണ്. യേശു സ്തോത്രം. അവനാരിലും വലിയവൻ. ചേർന്ന് പാടാം യേശുവിനെ കണ്ടുകൊണ്ട്. യേശു യേശു അവനാരിലും മതിയായവൻ. ഒരിക്കൽ കൂടി യേശു ചേർന്ന് പാടിക്കേ. യേശു വിളിച്ചേ. അവനാരിലും വലിയവൻ. ഓ സ്തോത്രം. യേശു യേശു അവനാരിലും അവനാരിലും മതിയായവൻ. പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണുനീരേണ്ട വഴികളിലേക്ക് ഈ രാത്രികളിൽ ഇതാ ദൈവത്തിന്റെ കരുതലുള്ള സ്നേഹം, കണ്ണീരൊപ്പുന്ന സ്നേഹം, മാറത്തണയ്ക്കുന്ന സ്നേഹം, സൗഖ്യം നൽകുന്ന സ്നേഹം ഇതാ ഈ രാത്രി നിന്റെ കുടുംബത്തെ സന്ദർശിക്കുകയായി. നിന്റെ രോഗപീഠകളിലേക്ക് ഇതാ ദൈവത്തിന്റെ സൗഖ്യത്തിന് കരനീട്ടപ്പെടുകയായി. ചേർന്ന് നിൽക്കാം, ചേർന്ന് നിൽക്കാം. താഴ്വരകൾ ജീവജലനദിയാക്കുമവൻ. രോഗത്തിൻ ചങ്ങലകൾ മണിവീണയായി മണിവീണയായി തീർക്കുമവൻ. കണ്ണുനീർ താഴ്വരകൾ ജീവജലനദിയാക്കുമവൻ. രോഗത്തിൻ ചങ്ങലകൾ രോഗത്തിൻ ചങ്ങലകൾ യേശു തൊടുന്നുണ്ട്. മണിവീണയായി തീർക്കുമവൻ. ഉറപ്പ്, ഉറപ്പ്. സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ. സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ. സ്നേഹക്കൊടിക്കീഴിൽ നയിക്കുമവൻ. സ്നേഹക്കൊടിക്കീഴിൽ നയിക്കുമവൻ. ഇരു കരങ്ങളും ഉയർത്തി യേശുവിനെ വിളിക്കുന്നു. യേശു എല്ലാവരും വിളിക്കുന്നു. യേശു അഭിഷേകത്തോടെ
യേശു 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 വിളിച്ചേ പ്രിയമുള്ളവരെ, രോഗികളായിരിക്കുന്നവർ വിളിക്കട്ടെ, തകർന്നവർ വിളിക്കട്ടെ. തളർന്നു പോവരുത്. അവനായിലും വലിയവൻ യേശു യേശു അവനായിലും മതിയായ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മനസ്സിന്റെ വേദനകൾ അവനേറ്റിടും തൻ ക്രൂശിൽ. ഓ സ്തോത്രം. നിരാശതൻ പാടും കുഴിയിൽ അവൻ നീട്ടിടും തൻ വലം കൈ. മനസ്സിന്റെ വേദനകൾ അവനേറ്റിടും തൻ ക്രൂശിൽ. നിരാശതൻ പടുകുഴിയിൽ അവൻ നീട്ടിടും അവൻ നീട്ടിടും തൻ വലം കൈ. സൗഖ്യം നൽകിടുമേ, സൗഖ്യം നൽകിടുമേ, ആശയേകിടുമേ, സൗഖ്യം നൽകിടുമേ, ആശയേകിടുമേ. ഇരു കരങ്ങളെയും ഉയർത്തുക. നമ്മെ തൻ മാർവിൽ ചേർത്തിടുമേ, നമ്മെ തൻ മാർവിൽ ചേർത്തിടുമേ. ഇരു കരങ്ങളെ ഉയർത്തി യേശുവിനെ വിളിക്കുന്ന എല്ലാവരും യേശു യേശു ജീവനോടെ അവനാരിലും വലിയവൻ യേശു 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 അവനാരിലും മതിയായ. അരൂപിയിൽ ആരാധിക്കാം, അരൂപിയിൽ ആരാധിക്കാം. എല്ലാവരും ചേർന്ന് എല്ലാവരും ആരാധിക്കുന്നു. യേശു തൊടുന്നു, യേശു എന്ന സൗഖ്യം നിറയുന്നു, വിടുതൽ നിറയുന്നു, വിടുതൽ നിറയുന്നു. എല്ലാം മറന്ന് നമുക്ക് വേണ്ടി ഉദിതനായവനെ കാണുക. സർവശക്തനായവൻ ഇതാ നിന്റെ കുടുംബത്തിൽ, നിന്റെ പ്രശ്നങ്ങളിൽ ഇതാ ഇടപെടുന്നു. ആ ഇരു കരങ്ങളെയും ഉയർത്തി എല്ലാവരും യേശുവേ യേശുവേ എന്ന് വിളിച്ച് എല്ലാവരും വിളിച്ച് തുറന്ന് യേശു ഓ സ്തോത്രം. അവനാരിലും വലിയവൻ യേശു 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 അവനാരിലും അവനാരിലും മതിയായവൻ. ഒരിക്കൽ കൂടി അരൂപിയിൽ ആരാധിക്കാം. പുതിയ അഭിഷേകം പകരുന്നു, പുതിയ ശക്തി പകരുന്നു. ഇതാ രോഗിയുടെ മേൽ ദൈവശക്തി പ്രവഹിക്കുന്നു. കടബാധിതകളിലേക്ക് ദൈവശക്തി ഇറങ്ങി വരുന്നു. മാനസിക വധകളിലേക്ക് യേശു ശക്തി ഒഴുകുന്നു.
കണ്ണുകൾ അടച്ച് ശാന്തമായി ഇരുന്നു കൊണ്ട് എല്ലാവരും ഇരിക്കുക. കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വിളിച്ചു യേശുവിനെ കണ്ട് യേശുവിനെ സ്നേഹിച്ച്